എൻ്റെ ഒരു അനുഭവത്തിൽ ഈ അടുത്ത കാലത്ത് വന്നൊരു പേഷ്യൻ്റ് പറയുന്നത് നന്നായി ചുരണ്ടി എടുത്താൽ, മാന്തി എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്താൽ മാത്രം കിട്ടുന്ന പറ്റയോട് കൂടിയിട്ടുള്ള ഒരു ചൊറിച്ചിലുള്ള ഒരു ചെതമ്പിൽ പോലെ വരുന്ന വേദനയോട് കൂടിയിട്ട് വരുന്ന ചില സമയത്ത് രക്തവും വരുന്ന തരത്തിലുള്ള ഡാൻഡ്രഫ്. ഇതിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാമെന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായ രീതിയിൽ അവർ ഷാംപൂസ് ഉപയോഗിച്ചിട്ടുണ്ട്, ലോഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, ക്രീംസ് ഉപയോഗിക്കുന്നുണ്ട്, പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ അഭിപ്രായം അറിയാനാണ് അവർ വന്നത്. അത് ഇതുവരെ മാറാത്തതുകൊണ്ട് ആ വ്യക്തിയിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തൈറോയിഡ് ഇഷ്യൂ അവർക്കുണ്ടായിരുന്നു. ഈ തൈറോയിഡ് നോർമലി ഈ ഡാൻഡ്രഫിൻ്റെ ഒരു മൂലകാരണവും മുടികൊഴിച്ചിലിൻ്റെ കാരണമായി മാറാറുണ്ട്. ഈ മുടികൊഴിച്ചിലും ഇത് താരനും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവരിൽ തൈറോയിഡിൻ്റെ സബ്ജക്റ്റ് മാത്രമല്ല, ചില കേസുകളിൽ കണ്ടുവരുന്നത് ഇതുപോലെ തന്നെ ഉള്ള പേഷ്യൻസിന് വരുന്നത് DTH എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. സ്കിൻ ഫോളിക്കിൾ സെൻസിറ്റീവ് ആയിട്ടുള്ളതും നമ്മുടെ ടെസ്റ്റോസ്റ്റെറോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കേസുകൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ആയുർവേദത്തിലുള്ള നരസിംഹ രസായനം, നരസിംഹ ചൂർണം, ഭൃംഗരാജവടി ഇതെല്ലാം കൊടുക്കുകയും ഒപ്പം തന്നെ ഈ ചില പേഷ്യൻസുകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് ഇൻറ്റേർണൽ ഇഷ്യൂ, അതായത് നമ്മുടെ ഡയജഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത്തരം കേസുകൾക്ക് വയറുമായി ബന്ധപ്പെട്ടിട്ട് താരന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആ അസുഖം മാറുകയുണ്ടായി.